അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സീരീസിൻ്റെ പേരാണ് ലെസ്റ്റ് പ്ലേ സീരീസ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീട് ഇച്ചിരി മോഡിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ അതിഷ്ടമായി. ഇതെൻ്റെ പട്ടിക്കുട്ടിയാണ്. എൻ്റെ പേര് റസ്റ്റി എന്നാണ്. അപ്പോൾ ഇവനെ നമ്മൾ അങ്ങോട്ടും കൊണ്ടുപോകത്തൊന്നുമില്ല. ഇവൻ ചിലപ്പോൾ ചത്തുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് മൈനിങ്ങിനൊക്കെ പോകുന്നത്. സിംഗിൾ പ്ലെയർ വീഡിയോ ആണ്. എൻ്റെ മൂഡ് നോക്കിയിട്ട് അപ്പം നമ്മളിത് മൊബൈലിലാണ് കളിക്കുന്നത്. ഇതാണ് റസ്റ്റി. എൻ്റെ പേര് കണ്ടോ, REST. അങ്ങോട്ട് വാടാ അനുസരണ ഇല്ലാത്തതിനകത്ത് അപ്പോൾ വിളിച്ചാൽ വരത്തില്ലേ. ഇങ്ങോട്ട് ഇവിടെ ഇരി. അപ്പോൾ ഈ ആർമറൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഇത് വീഡിയോ ഇടാൻ പറ്റിയില്ല. പോയി അങ്ങോട്ടിരുന്ന് ഞാൻ മൂലയിൽ കൊടുക്കുന്നു. അവിടെ കാണാമായിരുന്നോണം. ഇവിടെ നനങ്ങരുത്. നമ്മുടെ ഇന്നത്തെ ഞാൻ ഇൻട്രോ അടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൈഡർ വന്നായിരുന്നു. അതിനെ തല്ലി തന്നപ്പോൾ കിട്ടിയ സ്ട്രിങ് ചുമ്മാ ഇങ്ങനെ വെച്ചാൽ വല്ല ഗുണമുണ്ട്. പൊന്നാടെയൊന്നും മാറിയാണ് വെട്ടിക്കൂടിയ കൊല്ലും. സ്ട്രിങ് എടുത്തോണ്ട് വീട്ടില്ല. പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ചെയ്തില്ല. നേരത്തെ ഇങ്ങനെ ചെയ്ത് വെച്ചാണ് ചെയ്തില്ല. ഒന്നും കൊണ്ടുവന്നൊന്നുമല്ല. എന്തോ നെയിൻ്റെ സ്ട്രിങ് എടുത്ത് കൊടുക്കുക. എന്തെങ്കിലും മറ്റേ സാധനം ഉണ്ടോ എനിക്ക് ഉപകാരപ്പെട്ടെ ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇല്ല, അതിലൂടെ നോക്കാം. അതില്ല. പുതിയ ട്രയൽ ചേമ്പർ എന്ന് പറഞ്ഞൊരു ചേമ്പർ കിട്ടി. അതിനകത്ത് എനിക്ക് പേരെന്തൊരു പേരുണ്ട്. സ്മിത്തിൻ ടേപ്പ്ലെറ്റ് സൈലൻസ് ആർമർ. എനിക്കിത് വാറിൻ്റെ ആ സ്ഥലത്ത് നിന്ന് കിട്ടിയത്. വാറിൻ്റെ ഹെഡ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കളിക്കുന്ന ബെഡ് റോക്ക് വേർഷൻ ജാവയല്ല. ജാവ വേണമെങ്കിൽ ഇപ്പോൾ വരത്തില്ല. ഇവിടെ അടുത്തൊരു വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്. അവിടെ ആണെങ്കിൽ ഇച്ചിരി നേരത്തെ മുമ്പ് ഞാൻ പോയെന്ന് കൊണ്ടായിരുന്നു. അപ്പോൾ റീസ്പോണൊന്നും ആയി കാണത്തില്ല. പിന്നെ നെതറൈറ്റ് സാധനമുണ്ടോ. അൺബ്രേക്കിംഗ് 3 സിൽക്ക് 1 എഫിഷ്യൻസി 5. ഇത് അൺബ്രേക്കിംഗ് 3 ഷാർപ്നെസ് 5 ഫയർ 2 ലൂട്ടിങ് 3 നോക്ക് ബാക്ക് 2 മെൻഡിങ് 1. മെൻഡിങ് ഇടുന്നതല്ലേ, കാരണം ഇത് എന്തോ എഫിഷ്യൻസി 5 സ്മൈറ്റിങ് 5 അൺബ്രേക്കിംഗ് 3 നല്ലതാണ്. ഇങ്ങനെ എൻചാൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബോയോട് എൻചാൻറ്റ് ചെയ്യുന്നതല്ല. എൻ്റെ ഒരു മെയ്സ് കിട്ടിയായിരുന്നു. ഞാൻ ട്രയൽ ചേമ്പറിൽ പോയെന്ന് പറഞ്ഞത്. അവിടെ ബ്രീസിനെ വന്നപ്പോൾ എനിക്ക് ബ്രീസോടും പിന്നെ അവിടുത്തെ ട്രയൽ കീ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ട്രയൽ വന്നപ്പോൾ എനിക്ക് ഹെവി കോറും കിട്ടിയപ്പോൾ ഞാൻ ഇത് വെച്ച് ക്രാഫ്റ്റ് പട്ടിയോടെ ഇപ്പോൾ ഇത്രാ ഞങ്ങളുടെ ഏരിയ. ഓ ഈ വൃത്തി എന്തൊരു ഫാസ്റ്റോടോ. ഇത് ഞാനെന്തോ ഓടുന്നു ഇത്ര ഫാസ്റ്റ്. ഞാൻ ത്രോൺസ് 3 ഇട്ടിട്ടുണ്ട്. 6 മുറി അതുകൊണ്ട് അവന് എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. ഇനി എന്തൊരു ഫാസ്റ്റടാ. ഒന്ന് പോഷൻ മുന്നേ കുടിച്ചു. ആ സ്വയം ചത്ത്. എന്നെ അടിച്ചാൽ സ്വയം ചത്ത്. എൻ്റെ ഇവിടുന്ന് ഒരു സെൽഫി എടുത്താൽ ഇമി വീണ്ടും അത് തിരിച്ചത്. ഉമ്മാർക്ക് ഞാനൊരു എൻ്റെ പ്ലെയിൻ ഒന്നും കേൾക്കുന്നുണ്ട്. എന്തോട് ഇത്ര ഹോസ്റ്റ് വരുന്നേ. ഇതൊക്കെ എനിക്ക് ഇതൊക്കെ ആവശ്യത്തിന് തന്നെ എൻ്റെ അടുത്ത് കളിക്കുന്നു. സോറി ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടായാൽ ക്ഷമിക്കണം. നിൽക്ക് ഗൈസ്, പിന്നെ മേളിലോട്ട് കയറി നോക്കട്ടെ.
ഇത് നമ്മുടെ വീടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചുമ്മാ ഇങ്ങനെയാണ് വീട്ടിലുള്ള പരിപാടിയേ ഇവിടുത്തെ പരിപാടിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി വൂള് കിട്ടിയായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലേ, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോൺ കിടച്ചുകൊണ്ടാണ് സ്റ്റോൺ. പ്രഷർ പ്ലേറ്റ് കിടിലും പ്രഷർ പ്ലേറ്റ് എൻ്റെ കയ്യിലാണ്. വുഡ് വേണം, ഷീൽഡ് ഉണ്ടാക്കാനായിരുന്നു. എനിക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ അയണമില്ല, വുഡുമില്ല. എന്താ ചെയ്യാൻ വീട്ടിൽ പോകുന്നത്? ഈ എലക്ട്രിക് ഇട്ട് അങ്ങനെ പറക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞേ, എനിക്കറിയില്ല എന്ത്. എനിക്ക് കണ്ട അവിടെ ഇത് കണ്ടോ, ഞാൻ അതിൻ്റെ മേളിൽ നിന്ന് ചാടിയത്. എനിക്ക് വർക്കാവുന്നില്ല. ഇനി അങ്ങോട്ടും ചെന്ന് നോക്കിയിട്ട് നടക്കാം. എൻ്റെ എലക്ട്രിക് കിടപ്പുണ്ട്. കയ്യിലുണ്ടോ? കയ്യിലില്ല. എന്ത് സാധനം? രണ്ട് മറ്റുള്ള പില്ലേസറിനെ കൊന്നതോ? അതിനകത്ത് നോക്കട്ടെ. ഇതിൽ എനിക്ക് കേവ് അറിയോ? എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് കേവ് അറിയോ? ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉള്ളതുകൊണ്ട് ക്ഷമിക്കണം. ഇത് വില്ലേജറെന്തോ ഇതൊക്കെ പിടിച്ചോണ്ടിരിക്കും. ഡീപ് ഫ്ലൈറ്റിൽ എൻ്റെ ദൈവം, ഈ കേവെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പറയാം ബെഡ്റോക്ക് വരെ. ഈ ദൈവം ബെഡ്റോക്ക് വരെ ഉണ്ട്. അങ്ങനെ വരെ കണ്ണിലോട്ട് നോക്കിയ പ്രശ്നം. എങ്ങനെ മോനെ അടിച്ച ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് തന്നെയാണ് അടിക്കാൻ പറഞ്ഞത്. എനിക്ക് ചീറ്റ് ചെയ്യുന്നതിനൊന്നും താല്പര്യമില്ലാത്തതാണ്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഞാൻ സ്നീക്കിന്ന് പറയുന്നു. പോയേ, ഞാനിങ്ങോട്ട് കയറുന്നില്ല. ഇങ്ങോട്ട് കയറുന്ന വലിയ സീനാണിത്. എൻ്റെ വഴി ഇവിടെ ഞാൻ ഇത് വഴി വന്നേ. ഓ കഷ്ടമാണിത്. എൻ്റെ കയ്യിൽ പുട്ടുണ്ട്. മഴോട്ട് വെച്ചാ ഞാൻ വിചാരിച്ച് ഒരു സെക്കൻഡത്തേക്ക് ഞാൻ പോയിരുന്നു. ഇടങ്ങാണം വീണാൽ പിന്നെ ഒന്നും ഒരു രക്ഷയില്ല. ഞാൻ ചാവത്തുമില്ല. അങ്ങ് 10,000 ബ്ലോക്ക് അടിയിലോട്ടുണ്ട്. 1000 എങ്കിലും മിനിമം കാണും. ഒരു 1000 ബ്ലോക്ക് എങ്കിലും അടിയിലോട്ട് കാണും. 1000 ഒന്നും കാണുന്നില്ലെങ്കിൽ 200 കൂടുതൽ അടിയിലോട്ടുണ്ടത്. അങ്ങ് ബെഡ്റോക്ക് വരെ ഉണ്ട്. ചെറിയ ഒഴിവല്ല ആയിരുന്നെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കാണിച്ചൊരു സോംബി അടിക്കാൻ പോയപ്പോൾ ആ ഫാർമറിൻ്റെ വില്ലേജറിൻ്റെ ഫാർമിൽ നിന്ന് തന്നെ താണ്ട് ഇവിടുത്തെ വെള്ളം കാരണം എനിക്ക് വീണ എൻ്റെ വീട്. ഫസ്റ്റ് എവിടെ കാണുമോ? ഫസ്റ്റ് ഡിസ്പോൺ അതിൽ ഫസ്റ്റ് അത് കഴിച്ചു. ഈ വീടിനകത്ത് എന്തെങ്കിലും ചെയ്യാറുള്ള എൻ്റെ കയ്യിൽ ഇതിനകത്തൂടെ ഏതാണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും പറ്റാതെ ഇതൂടെ ഞാനെടുത്ത് ഒരു ആർമർ സ്റ്റാൻഡ് കൂടെ എടുത്തിട്ട് അങ്ങോട്ട് വെക്കാം.
ഓക്കെ, ഒരു 6 സ്റ്റാൻഡേർഡ് അതൊന്ന് ഓർമ്മ നോക്കാം. നാലെണ്ണം വേണ്ട, ഒരെണ്ണം മതി. എൻ്റെ ഈ ഫസ്റ്റ് അയച്ച് പറയാൻ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇതേപ്പെട്ട വെക്കും. ഒരു സ്വിറ്റിൻ്റെ പോയി സാമറ്റ അങ്ങനല്ല. ഇത് കൊള്ളാം, ഇത് വേണ്ട. ഇത് സീൻ പോസ്. ചേടാ ഈ ക്യാബർ വലിയ സീനായില്ലേ. ഓ ഇത് കയറ്റി എൻ്റെ കുഴപ്പമാണ് ഗൈസ്. എന്താ ചെയ്യാൻ എഫിഷ്യൻ. എന്തോടെ എൻ്റെ ഇത്ര സാധനം കാർപ്പറ്റോ എൻ്റെ കയ്യിലുള്ള ചവറെല്ലാം കൂടെ കയറി. ഞാൻ കാർപ്പറ്റ് കൊണ്ട് എന്തോ ഇത്ര സാധനമൊക്കെ എന്തോ തരാം. എൻ്റെ കൊള്ളാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പോസിനുസരിച്ച് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ബൂട്ട്സ് എല്ലാം അൺബ്രേക്കിംഗ് ഇട്ടിട്ടും എൻ്റെ ബൂട്ട്സിന് ഇതായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നമുക്കൊരു ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അത് നമ്മുടെ ഐറ്റംസ് അങ്ങ് ഉരച്ചാൽ മതി. എൻ്റെ എന്തോ കൊടുപ്പിക്കും ഞാൻ. എൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒന്നുമില്ല. എൻ്റെ ഇതിനകത്ത് റേറ്റിംഗ് കിട്ടുന്നുണ്ട്. സ്റ്റിക്ക് എന്തേ ഓ ഇങ്ങനെ ഇത് എനിക്ക് അൻവില് വേണം. അൻവിലുണ്ടെങ്കിൽ എനിക്ക് ഡയമണ്ട് എന്തെങ്കിലും വേണം. ഇതിനകത്ത് വലിയ ഇതല്ല എനിക്ക് നെതറൈറ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റി. ബ്ലോക്കല്ലേ ഗൈസ്, നെതറൈറ്റ് സോഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അൻവില് വെച്ചിട്ടില്ല. എനിക്ക് ഡയമണ്ട് വേണം. ഡയമണ്ട് എന്തുകൊണ്ട് ഒരു സ്റ്റാക്ക് കൂടുതലുണ്ട്. കാര്യം ചെയ്തിട്ട് സോഡിങ് ഉണ്ടാക്കാം. എന്നിട്ടത് എൻവിയിൽ വെച്ച് റൈറ്റ് ആക്കാം. നല്ലത് അങ്ങനെയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെ ഇത് നെതറൈറ്റ് ആക്കുന്നത്? എന്താണ് ഇത്? എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റെ മതിയോ? ഓക്കെ, ഞാൻ ക്രിയേറ്റീവ് നോട്ടെ. നമ്മുടെ ഈ വീട്ടിൽ പ്രത്യേകത കൊണ്ട് നമുക്കിത് ക്രിയേറ്റീവ് മോഡാവും സർവൈവൽ മോഡാവും. ഇനി ഏത് ടേബിൾ വേണ്ടേ? ആ ടേബിൾ ഫ്ലെക്സിൻ്റെ ടേബിൾ സർ 3 ടേബിളല്ലേ ഉള്ളൂ. ഇനി ഇതിനകത്തു നിന്നാണോ വേണ്ടേ? ബെഞ്ചിനകത്തു നിന്നാണോ ചെയ്യണ്ടേ? കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിനകത്തുനിന്ന് ആക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ലൂമല്ല, ഒരു കാര്യം ചെയ്യാം. നമ്മുടെ അതിലെ ചവറിന് പകരം 5 ടേബിളല്ല, ഒരു കാര്യം ചെയ്യാം. ഇത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യം. ഇത് വെച്ചാണ് സ്റ്റോൺ കട്ടർ.
വെച്ചിട്ടൊന്നുമല്ല, അതെനിക്കുറപ്പ്. അൺവെയിലും അല്ല. ഇതാണോ? ഇതാണോ? കാര്യം ചെയ്യും. ഇതാദ്യം ഇത് വെൻഡ് ചെയ്യാനുള്ള സാധനം പൊട്ടിച്ചാകട്ടെ. ഡേ ആക്കട്ടെ. ഇത് വെച്ച് പറ്റത്തില്ല. ഓക്കെ, ഇത് തന്നെയാന്ന് തോന്നുന്നു. എനിക്ക് മാപ്പല്ല വേണ്ട, ഇതല്ല മാപ്പ് സാധനം. ബ്ലാസ്റ്റ് ഫർണസ് ഇതാണ്. ഞാനെന്തോ ചെയ്ത് ഓടിച്ചാലട്ടെ. ഇതല്ല ഡാമേജ്. അതിൻ്റെ സാധനം ഉദ്ദേശിച്ചത് ഒന്നുമല്ല. എന്താ വെച്ചിട്ടാണ് ചെയ്യുന്നത്? വേറെന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഏഷ്യൻ വരുന്നുണ്ട്. ഏതാണ് ഗൈസ്? ഇതൊന്നുമല്ല. ഇതൊക്കെ എന്താണ് ഗൈസ്? ലൂമയോടില്ലെങ്കിൽ നമ്മൾ വേറെന്തോ സാധനം. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ക്രാഫ്റ്റ് ഇതാണോ ഇനി? അങ്ങനെ റൈറ്റ് എനിക്കവിടെ എൻചാൻറ്റ്മെന്റ് ചെയ്യാം. ഫയർ പ്രൊട്ടക്ഷൻ മോനെ
നേരിങ്ങനെ പാടോട്ടെ. ഫൈനലി അതെല്ലാം എടുത്ത് നോക്കട്ടെ. ചവറെല്ലാം എടുത്ത് നോക്കട്ടെ. വീട് കുന്തം കുറച്ചൊക്കെ എല്ലാം എടുത്ത് മാറ്റട്ടെ. റേറ്റ് ഫൈനലി ഉണ്ടാക്കി. എനിക്ക് ആവശ്യമാണ് റേറ്റ് എടുത്ത് മാറ്റട്ടെ. എടുത്ത് മാറ്റട്ടെ. ചവറൊക്കെ ഇനി ആവശ്യമൊക്കെ നേരെ ഓടോട്ട് പിടിച്ചു. ഇപ്പോൾ റെസ്റ്റ് ഓടിക്കും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത്ര മിനിറ്റ് ആയിപ്പോയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ബൈ പറയടാ. ഞാൻ എൻ്റെ ഫസ്റ്റ് വേർഷൻ ടാറ്റ എന്ന് ബൈ പറയാം. ശരി എന്നാൽ.